ചെണ്ടയിൽ അടിച്ചപ്പോഴുണ്ടായ ശബ്ദം നമ്മുടെ ചെവിയിലെത്തി ശ്രവണം സാധ്യമായതെങ്ങനെ? ചെണ്ടയിലടിക്കുമ്പോൾ ചെണ്ട കമ്പനം ചെയ്യുന്നു. തൽഫലമായി ചെണ്ടയോട് ചേർന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വായുവിന് നല്ല മർദ്ദം അനുഭവപ്പെടുന്നു. ഇത് തൊട്ടടുത്ത കണികകളിലേക്ക് ഊർജം പ്രേഷണം ചെയ്യുന്നു. ഇപ്രകാരം വായുവിൽ സൃഷ്ടിക്കപ്പെടുന്ന മർദ്ദവ്യതിയാനങ്ങളിലൂടെ ശബ്ദം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രേഷണം ചെയ്യുന്നു. വായുവിലൂടെ ഇത്തരം തരംഗങ്ങൾ കടന്നുപോകുമ്പോൾ വായു തന്മാത്രകൾ അടുത്തും അകന്നുമായി കമ്പനം ചെയ്യുന്നു. അതായത് മർദ്ദം കൂടിയതും കുറഞ്ഞതുമായ മേഖലകളിലൂടെ ശബ്ദം പ്രേഷണം ചെയ്യുന്നു. തന്മാത്രകൾ അടുത്തു നിൽക്കുന്ന ഭാഗത്ത് ഉന്നതമർദ്ദം അനുഭവപ്പെടുന്ന മേഖലകളെ ഉച്ചമർദ്ദ മേഖലകൾ അഥവാ കംപ്രഷൻസ് എന്നും, തന്മാത്രകൾ അകന്നു നിൽക്കുന്ന ഭാഗത്തുള്ള മർദ്ദം കുറഞ്ഞ മേഖലകളെ നീചമർദ്ദ മേഖലകൾ അഥവാ റെയർഫാക്ഷൻസ് എന്നും പറയുന്നു. ഇവിടെ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായാണ് കണികകളുടെ കമ്പനം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാരദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന ഇനം തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇവ മാധ്യമത്തിൽ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും സൃഷ്ടിക്കുന്നു. അടുത്തടുത്ത രണ്ട് ഉച്ചമർദ്ദ മേഖലകൾക്കിടയിലോ നീചമർദ്ദ മേഖലകൾക്കിടയിലോ ഉള്ള അകലമാണ് തരംഗദൈർഘ്യം.